അവൻ ആയിഷ ബി റളിയല്ലാഹു തആല അന്നത്തെ റിപ്പോർട്ട് കാലത്ത് ആയിഷ ബി റളിയല്ലാഹു തആല എന്ന് പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു ജാലിസൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്നവരായിരുന്നു. ഇപ്പോൾ സമയേന ലഗത്തൻ സൗത്ത സിബിയാനിൻ, അപ്പോൾ ഞങ്ങൾ കേട്ടു ലഗത്തൻ ശബ്ദം കേട്ടു, ബഹളം, ഒച്ച കേട്ടു. അപ്പോൾ സൗത്ത സിബിയാനിൻ കുട്ടികളുടെ ശബ്ദവും കേട്ടു. അപ്പോൾ കാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എഴുന്നേറ്റു പോയി. ഫൈദാ, അപ്പോൾ എന്താണ് അവിടുത്തെ വിഷയം? ഹഷ്ബിയത്തുൻ, ഹബിഷിയത്തുൻ, ഹബിഷിയായ ഹബിഷിയത്തുൻ തസ്ബുനു വസ്ബിയാനു ഹൗല, ഒരു ഹബിഷിയായ ആഫ്രിക്കൻ, എത്യോപ്യ പോലത്തെ ഇടങ്ങൾ അവിടുത്തുകാരിയായ ഒരു സ്ത്രീ തർക്കുനും കാണാം. തസ്ഫുനു, അവരെന്ത് ചെയ്യുന്നു? അവർ പാട്ട് പാടി നിൽക്കുകയാണ്. ഫസിബിയാനു, കുട്ടികളാവുന്ന ഹൗല, അവർക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഈ സ്ത്രീ പാട്ട് പാടുന്നു, ചുറ്റും കുട്ടികൾ കൂടി എന്ത് ചെയ്യുന്നു? ആ പാട്ടിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? അവരോടൊപ്പം ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. അതിൻ്റെ ശബ്ദവും കുട്ടികളുടെ ഒച്ചയുമാണ് എന്ത് ചെയ്തത്? ഇവർ കേട്ടത് കേട്ടോ. ഇപ്പോൾ കാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷത്ത, അല്ലെ ആയിഷ എന്നവരെ താലി, ഇങ്ങോട്ട് വരൂ, പന്നൂരെ. അങ്ങനെ ഈ പെൺകുട്ടി പാട്ട് പാടുന്നു, കുട്ടികൾ അതിനോടൊപ്പം എന്താണ് ശബ്ദം വിട്ട് അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്നു, കണ്ടു നോക്കൂ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പം ജേത്തു, അങ്ങനെ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഞാൻ ചെന്നു. അപ്പോൾ വളർത്തു ലഹിയെ, അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ലഹീനെ, എൻ്റെ താടയെ ഞാൻ വച്ചു. അല മങ്കിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല ചുമലിൽ മേൽ എൻ്റെ താടയെ വച്ചു. അപ്പോൾ ജാൽത്തു അന്നുറയിലെയ്യ, അങ്ങനെ അവിടെ താട കൊള്ളിച്ച് വച്ച് ഞാൻ ഈ പെൺകുട്ടിയെയും ഈ കുട്ടികളെയും എന്താണ് അവർ ചെയ്യുന്നത് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. മാ മൈനൽ ബങ്കിബി ഇലാ റഅസി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുമലിൻ്റെയും തലയുടെയും ഇടയിൽ വരുന്ന ആ വിടവിലൂടെ ഞാൻ എന്താണ് ആ ദൃശ്യം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ കാലലി, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, കാണിച്ചതിന് ശേഷം എന്നോട് ചോദിച്ചു, അമാ ഷബേത്തി, നിങ്ങൾക്ക് മതിയായില്ലേ എന്ന് ചോദിച്ചു. കണ്ടു എന്ന് കാഴ്ച കണ്ടതിനും മതിയായില്ലേ, ഇന്ന് നിർത്താമെന്നായിരിക്കും ചോദിച്ചു. വീണ്ടും പ്രവാചകർ ചോദിച്ചു, അമാ ഷബേത്തി, നിങ്ങൾക്ക് മതിയായില്ലേ, വയറ് നിറഞ്ഞില്ലേ എന്നർത്ഥം, മതിയായില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ജാൽത്തു അക്കൂലു, ഞാനായി പറയുന്നയാളായി, ആയിഷ റളിയല്ലാഹു തആല പറയണല്ല, നീ കണ്ട് മതിയായില്ല, നീ കാണണം കളിക്കുന്നത് ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. ഇനി അന്നുറ മനസ്സിലെത്തി ഇന്ദഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലുള്ള എൻ്റെ സ്ഥാനത്തെ എനിക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇത് മതിയായില്ല. അപ്പോൾ എത്ര ടൈം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുമലിൽ എൻ്റെ താട വെച്ച് എനിക്ക് കാണാൻ വേണ്ടി എനിക്ക് നിന്ന് തരും. അപ്പോൾ അത്രയും ഇഷ്ടം ആർക്കുണ്ട്? പ്രവാചകർക്ക് ആർക്കുണ്ട്? ആയിഷ റളിയല്ലാഹു തആല നിന്ന് ആർക്ക് മനസ്സിലാവും? ആയിഷ റളിയല്ലാഹു തആലയ്ക്ക് മനസ്സിലാവും. അപ്പോൾ അത് മനസ്സിലാക്കുന്നൊരു സാഹചര്യം കൂടിയാണ്, ഒരു 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 പ്രതിഭാസം കൂടിയാണ് നടക്കുന്നത്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞിട്ട് ഉൾക്കൊണ്ടിട്ട് ആയിഷ റളിയല്ലാഹു തആല എനിക്ക് പ്രവാചകരുടെ എത്രത്തോളം സ്ഥാനമുണ്ട് എന്നൊന്നും എനിക്ക് നോക്കി മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് മതിയായില്ല എന്ന്. അപ്പോൾ റസൂൽ ഇനിയും നിൽക്കുമോ, ഇനി എനിക്ക് കാണാൻ വേണ്ടി എന്താണ് എനിക്ക് കാത്ത് എനിക്ക് ആ നിൽപ്പ് നിന്ന് ചുമൽ എനിക്ക് തന്ന് ചുമലിൽ താഴെ വെച്ചതിനെ കാണാൻ നീ സമ്മതിക്കുമോ എന്ന് അറിയാൻ വേണ്ടി ഈ മതിയായില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ ഇത് തൊലാ ഉമർ, ആര് വന്നു? ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെ പ്രത്യക്ഷപ്പെട്ടതോടുകൂടി ഫർഫല്ലന്നാസ് അൻഹ, ഈ കൂടിയിരിക്കുന്ന ജനങ്ങൾ, കുട്ടികളെ കൂടി ഉണ്ടല്ലോ, അവരെന്തായി? അൻഹ, ഈ അബശിയായ ഈ പെണ്ണിന് തൊട്ടും ചെയ്തു വേർപെട്ട് ഓടി. സംഗതി പ്രശ്നമൊന്നും കണ്ട് പേടിച്ചും ചെയ്തു. ഉമർ റളിയല്ലാഹു തആല കണ്ടും ചെയ്തു വിട്ടുപിരിഞ്ഞു ഓടി.
അപ്പോൾ കാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നീല അന്നൂറു ഇലാ ഷയാത്തീനിൽ ജിന്നി വൽ ഇൻസി. ഇനി നിശ്ചയമായും ഞാൻ അന്നൂറ് ഞാൻ നോക്കുമായിരുന്നു, ആ ഷയാത്തിൽ ജിന്നി വൽ ഇൻസി, മനുഷ്യന്മാരിൽ നിന്നും ജിന്നിൽ നിന്നുമുള്ള ശൈത്താന്മാരിലേക്ക് ഞാൻ നോക്കുമായിരുന്നു. ആര് പറയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് കേട്ടോ. കത് ഫറു, അവർ ഓടിപ്പോകുന്നു. ഇന്ന് ഉമറ, ആരെടുത്തുന്ന? ഉമർ റളിയല്ലാഹു തആല അടുത്തുനിന്ന് ഓടിപ്പോകുന്നു. അപ്പം ഈ കാര്യം ചെയ്യുന്നതിൽ ആർക്കെങ്കിലും വല്ല ദുർമനസ്സ് വന്നുപെട്ടിട്ടുണ്ടെങ്കിൽ അവർ ശൈത്താനെ പിടിപ്പെട്ടു. ആരാ? മനുഷ്യരാണെങ്കിൽ. ഇനി ജിന്നെന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യൻ്റെ കൂടെയും ജിന്നിൽ നിന്നൊരു കരീനുണ്ടാവും, മലക്കിൽ നിന്നൊരു കരീനുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ വന്നിരിക്കുന്ന ആൾക്കാരുടെ കൂടെ ആരുണ്ടാവും? ഈ ശൈത്താൻ ജിന്നും ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ ഉമർ റളിയല്ലാഹു തആല കടന്നു വന്നവരോട് എന്ത് ചെയ്തു? ആ ശൈത്താനത്തിൻ്റെ പിടിയിൽപ്പെട്ട ആൾക്കാരും പിന്നെ ജിന്നൊക്കെ എന്ത് ചെയ്തു? ചാവോട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അവർ ഓടുന്നത് എന്താണ്? ഞാൻ കാണുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഫറൂ മിൻ ഉമറ, ഉമർ റളിയല്ലാഹു തആലയുടെ സന്നിധാനത്തിൽ നിന്ന് അവർ ഓടിപ്പോകുന്നതായിട്ട് കണ്ടു കേട്ടോ. കാലത്ത് ഞാൻ ആയിഷാ റളിയല്ലാഹു തആല പറയാണ്, അപ്പോൾ റജഅതു, ഞാൻ എന്ത് ചെയ്തു? അവിടുന്ന് പിൻവാങ്ങി മടങ്ങി പോരുകയും ചെയ്തു. അപ്പോൾ ഇവിടെയും ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആ ഗാംഭീര്യവും മഹത്വവും വലിപ്പവും ആ വേദിയിൽ ഉണ്ടാകുന്നതും അതെല്ലാവരും കാണുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സർവാത്മന അക്സെപ്റ്റ് ചെയ്യുന്നു. മനസ്സിലായില്ലേ? അതൊക്കെ സ്പഷ്ടമാണ് ഈ ഹദീസിൽ. തിർമിദി റഹ്മത്തുള്ളാഹി തആല അലൈഹി ശ്രദ്ധിക്കുന്നു. ഖാല ഹദീസുൻ ഹസനുൻ സഹീഹുൻ ഗരീബ്. ഹദീസ് ഹസനാണ്, സഹീഹാണ്, ഗരീബാണ് എന്ന് തിർമിദി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറഞ്ഞു. അൽ ഫസ്ലു സാലിസ്, മൂന്നാമത്തെ ഫസ്ല്, അനസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട്, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട്, നിശ്ചയം ഉമർ റളിയല്ലാഹു തആല അൻഹു ഖാല, ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വാഫഖ്തു റബ്ബി ഫി സലാസിൻ, ഞാൻ യോജിച്ചു, എൻ്റെ റബ്ബിനോട് യോജിച്ചു, ഫി സലാസിൻ, 3 കാര്യങ്ങൾ യോജിച്ചു. ഞാൻ ആഗ്രഹിച്ച് താല്പര്യപ്പെട്ടൊരു കാര്യം പറഞ്ഞു, പിന്നെ അതിനനുസരിച്ച് ഉമർ റളിയല്ലാഹു തആല എന്ത് ആഗ്രഹിച്ചോ അതുപോലെ എന്ത് ചെയ്തു? ആയിട്ടത്. മനസ്സിലായോ? അപ്പം അങ്ങനെ 3 പ്രാവശ്യം സംഭവിച്ചതായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്. വാഫഖ്തു റബ്ബി, എൻ്റെ റബ്ബിനോട് ഞാൻ യോജിച്ചു. ഈ സലാസിന് എത്ര? 3 കാര്യങ്ങൾ യോജിച്ചു. അപ്പം ഇസ്ലാം എന്ന് പറഞ്ഞാൽ മനുഷ്യഗന്ധിയാണ്. മനസ്സിലായില്ലേ? ദഹിക്കാൻ പറ്റാത്ത ഇരുമ്പോലൊക്കെ അല്ല ഇസ്ലാം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഉമർ റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന അടിമയായ പ്രവാചകരുടെ ഉത്തമ ശിഷ്യരായ അവർ മനുഷ്യരുടെ സാംസ്കാരിക നന്മയ്ക്കും സദാചാരബോധത്തിനും ദീനിൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടിയിട്ട് വേണ്ടുന്നതെന്ന് ആഗ്രഹിച്ച് ചിന്തിച്ച് മനസ്സിലാക്കിയ 3 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ആ 3 കാര്യങ്ങളെ വകവയ്ക്കുന്ന നിലയ്ക്ക് ഉൾക്കൊള്ളുകൊണ്ട് എന്ത് ചെയ്തു? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പിന്നീട് ആയത്തിൽ. മനസ്സിലായില്ലേ? ഇപ്പോൾ ഖാലിഖായ അള്ളാഹു തആല മഖ്ലൂഖായ മനുഷ്യൻ ചേർന്ന് നിൽക്കുന്നത്. ഒരാളെ സൃഷ്ടികർത്താ, മറ്റൊരാളെന്താണ്? സൃഷ്ടി. മനസ്സിലായില്ലേ? അപ്പോൾ ചേരനിടങ്ങളിൽ എന്താണ്? ചേർന്ന് തന്നെയാണ് നിൽക്കണം. പിന്നെ ഈ സൃഷ്ടിയുടേതല്ലാത്ത പണികൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അവിടെ നിന്ന് അകന്ന്. മനസ്സിലായോ? അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയാണ് വാഫഖ്തു റബ്ബി ഫി സലാസ്, എൻ്റെ റബ്ബിനോട് ഞാൻ എന്താണ്? യോജിച്ചു. ഫി സലാസ്, 3 കാര്യങ്ങൾ. അപ്പോൾ ഖുൽതു യാ റസൂലല്ലാഹ്, അപ്പോൾ ഞാൻ പറഞ്ഞു, ആ സംഭവം പറയണം. പിന്നെ ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ആരാ? ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലേ അള്ളാഹിൻ്റെ റസൂലേ, ലൗ ഇത്തഖദ്നാ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, നമ്മൾ ഉംറയ്ക്കും ഹജ്ജിനുമായി പോകുമ്പോൾ നമ്മൾ തവാഫായിട്ട് മുത്തലക്കായിട്ട് ചെയ്യുമ്പോഴും ഉള്ള ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അവിടെ മഖാം ഇബ്രാഹിമിനെ പിന്നെ നിസ്കരിക്കാറുണ്ട്. മനസ്സിലായി? അപ്പോൾ അതൊക്കെ ആഗ്രഹിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മൾ മഖാം ഇബ്രാഹിമിൽ ഒരു നിസ്കരിക്കുന്ന ഇടം, ഒരു നിസ്കാര സ്ഥലം, ഒരു നിസ്കാരം അത് സ്വീകരിച്ചിരുന്നെങ്കിൽ, മനസ്സിലായില്ലേ? എന്നാര് പറയണ? ഉമർ റളിയല്ലാഹു അൻഹു പറയാം കേട്ടോ. എന്ത് സംഭവിച്ചു? അത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിം മുസല്ല, എന്ത് ചെയ്യണം? മഖാം ഇബ്രാഹിമിൽ നിന്ന് എന്ത് ചെയ്തു? ഒരു മുസല്ല പിടിക്കണം. തവാബ് ചെയ്തതിനു ശേഷം മഖാം ഇബ്രാഹിമിനെ പിന്നിൽ പോയിട്ട് 2 റക്അത്ത് നിസ്കരിക്കൽ എന്താ? എന്നിട്ട് മനസ്സിലായി പറഞ്ഞേ? ആ നിയമം അവിടെ പാസ്സാവുക.
മുത്തഖിദൂൻ മഖാം ഇബ്രാഹിം മുസല്ല. അപ്പോൾ പിന്നെ അടുത്തത്, അപ്പോൾ കുൽത്തു ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാ, അലി അള്ളാൻ്റെ റസൂലെ, യദ്ഖുലു അലാ നിസാഇക അൽ ബർറു വൽ ഫാജിർ, അങ്ങയുടെ പത്നിമാരുടെ അടുക്കൽ നല്ല മനസ്സുള്ള ആൾക്കാരും വൽ ഫാജിർ, മനസ്സിൽ വൈകല്യമുള്ള ആൾക്കാർ ഉണ്ടാവുമല്ലോ. ഏത് കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അവിടെ ആരുണ്ടായിരുന്നു? അബൂജഹൽ ഉണ്ടായിരുന്നു. മനസ്സിലായില്ല? അപ്പോൾ അങ്ങനെ അടുക്കൽ ഓരോ ആവശ്യം കരുതി പറഞ്ഞ് കേട്ട് ആര് വരും? ഗുണവാന്മാരായ ആൾക്കാരും വരുന്നുണ്ട്, വൽ ഫാജിർ, ആരെ വരാറുണ്ട്? വൈകല്യമുള്ള മനസ്സുള്ള ആൾക്കാരും ചെയ്യുന്നത് അങ്ങയുടെ നിസായിൻ്റെ അടുക്കൽ നിന്നാണ് വന്നു പോകാറ്. ഫലവ് അമർത്തഹുന്ന, അങ്ങ് അവരോട് കൽപ്പിച്ചാൽ, യഹ്തജ്ബിന, എന്താണ്, അവർ മറ പിടിക്കണം. എല്ലാവരും മുന്നിലേക്ക് എന്ത് ചെയ്യരുത്? പ്രത്യക്ഷപ്പെട്ട് പോകരുത്, അവർ മറയ്ക്ക് പിന്നിൽ നിൽക്കണം. അങ്ങനെ ആരെങ്കിലും വന്നാൽ മറയ്ക്ക് പിന്നിൽ നിന്ന് സംസാരിക്കണം. എന്നിടയ്ക്ക് മറ പിടിക്കണമെന്ന് അങ്ങോട്ട് കൽപ്പിച്ചിരുന്നെങ്കിൽ എന്നൊരാഗ്രഹം ആര് പറയാണ്? ഉമർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും. ഫനസലത്ത് ആയത്തുൽ ഹിജാബ്, രണ്ടാമത്തെ സാഹചര്യം. അപ്പോൾ ദൂരാണ് ഹിജാബിൻ്റെ ആയത്തിറക്കാം. സ്ത്രീകൾ എന്ത് ചെയ്യണം? പുരുഷന്മാരുമായിട്ട് അന്യപുരുഷന്മാരുമായിട്ട് ഇടപഴകി പോകരുത്. ഇന്നിപ്പോൾ ദുനിയാവിലുള്ള മുഴുവൻ പ്രശ്നങ്ങളെ നമ്മൾ കഷ്ടിച്ചാൽ അതിൽ സിംഹഭാഗം പ്രശ്നങ്ങളുടെയും കാരണം എന്താ? സ്ത്രീയും പുരുഷന്മാരുമായിട്ട് കൂടിക്കലയുന്നു. പിന്നെ പല പേരിടും, സൗഹൃദം, സുഹൃത്തുക്കളാണ്, ജെൻഡർ ന്യൂട്രാലിറ്റിയാണ്, എന്ത് തേങ്ങാകൊലാന്ന് പേരിട്ടാലും ഉള്ള മെനക്കെടുത്ത് എല്ലാം ഉണ്ടാവണമെന്നാണ് അവിടുന്ന്. പിന്നെ മതി, മനസ്സിലായില്ലേ? വണ്ടി ആക്സിഡൻറ്റുകൾ, അമ്മനെ കൊല്ലണത്, കുഞ്ഞാമിൻ്റെ പേപ്പർ വാർത്ത കിട്ടും. 65 ദിവസമുള്ള അമ്മയ്ക്ക് അസുഖമാണ്. അപ്പോൾ അമ്മ മരിക്കാൻ വേണ്ടി അമ്മയുടെ കഴുത്തിനെ കൊല്ലി നെരിച്ച് പിടിച്ചു. ആരെ? നെരിച്ച് പിടിക്കുന്നു. അമ്മ മരിച്ചു വന്നു. മദ്യമായിരിക്കും, കള്ളു കുടിച്ചതിന് പിന്നെ വല്ല ബോധം മനുഷ്യന്. എന്നിട്ട് കള്ളു കൊടുക്കുന്ന ആരാ? അധികാരികൾ. ഇത് കേസാരുടെ പേരല്ല, ഈ മദ്യപാനിയായി പ്രശ്നം ചെയ്ത ആൾ. യഥാർത്ഥ പ്രതി ആരാ? ഇത് യഥേഷ്ടം വിതരണം ചെയ്യുന്ന. അവിടെ പ്ലസ് വൺ പഠിക്കാൻ ഇത് ബാച്ചുകളില്ല, സ്കൂളില്ലാന്ന് പറഞ്ഞിട്ട് മൊത്തം പ്രശ്നം വടക്കൻ മലബാറിലുണ്ട്. അവിടെ ഒരു കൊച്ചിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുകയും ഫുൾ A+ കിട്ടിയിട്ട് അലോട്ട്മെൻറ്റിൻ്റെ പേര് തരുന്നത്, അതൊന്നും വിഷയമല്ല. ഇവരിങ്ങനെ ബാറുകളും കള്ളുഷാപ്പ് കൊടുക്കുന്നുണ്ട്. മുമ്പുള്ള എണ്ണത്തെക്കാളൊക്കെ പിന്നെയും ഇങ്ങനെ കൊടുത്തിരിക്കുകയല്ലേ അവർക്ക്. പിന്നെ ഇവർക്ക് അബക്കാരികളൊക്കെ എന്ത് കിട്ടും? കൈമണിയും കിട്ടും. പിന്നെ എന്ത് ചെയ്യും? ഇവർക്ക് എന്ത് ടാക്സും അങ്ങനെ കിട്ടും. അപ്പോൾ ഒരു സുബോധം ഇല്ലാതെ എന്തൊക്കെയോ ചെയ്തു കൂട്ടുകയാണ്. ഇത്രയും കോടാനുകോടി കാശുള്ള ഈ നാട്ടിലെ ഈ വളർന്നു വരുന്ന തലമുറയ്ക്ക് പഠിക്കാനുള്ള സംവിധാനം ഒരു ഒരു പ്രാഥമിക ആവശ്യം പോലത്തെ ഒരു മനുഷ്യൻ്റെ ആവശ്യമല്ല അത്. പ്രാഥമിക ആവശ്യം ധാരണ പറഞ്ഞ മൂത്രമൊഴിക്കുക, കാഷ്ടിക്കുക പോലത്തെ കാര്യത്തിനാണ് പറഞ്ഞത്. എന്നാൽ പോലും സാമൂഹികമായി ചിന്തിക്കുമ്പോൾ എന്താണ് ഇന്നത്തെ കാലത്ത് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ പഠിക്കാനുള്ളൊരവസരം ഇല്ല. അങ്ങനെ ഫുൾ A+ വാങ്ങി നേടിയ കുട്ടി എന്തോ മനുഷ്യൻ്റെ ഒരു അപപ്രംശത്ത ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ഇപ്പോൾ ഇതുണ്ടോ? ഈ സ്ത്രീകളുമായി ഫാജിറും ബറും അങ്ങയുടെ പത്നിമാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരെന്താണ്? മറ പിടിക്കട്ടെ, അത് ഞാൻ ആഗ്രഹിക്കാമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ എന്താണ്? ഹിജാബിൻ്റെ ആയത്. മനസ്സിലായില്ലേ? ഇപ്പം നസലത്ത് അപ്പോൾ ഇറങ്ങി എന്താണ്? ആയത്തുൽ ഹിജാബി, ഹിജാബിൻ്റെ ആയത്തിൻ്റെ ഇറങ്ങി കേട്ടോ. വജുത്തമായ നിസാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പത്നിമാരെല്ലാം ഒരുമിച്ച് കൂടി ഫിൽ ഗൈറത്തി, അതെന്താണ്? പ്രവാചകരുടെ വിഷയം. പ്രവാചകരുടെ എന്തൊരു ഗീറത്ത് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഒരാൾക്ക് അവകാശപ്പെട്ടതിൽ മറ്റൊരാൾ കടന്നു കയറുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായൊരു വിശുദ്ധത. മനസ്സിലായില്ലേ? ആ മാനസികമായ ആ വിശുദ്ധാവസ്ഥയ്ക്ക്, ഒരു ശോഭാവസ്ഥയ്ക്ക് എന്ത് പറയണം? ഗീറത്ത് എന്ന് പറയും. മനസ്സിലായില്ലേ? ഇപ്പം നമ്മുടെ വീട് നമ്മുടെ അവകാശമാണ്. നമ്മുടെ വീട്ടിൽ കട്ടിൽ കസേര പോലെ സാധനങ്ങളുണ്ടോ? അവിടെ അന്യനായ ഒരാൾ കയറി വന്നിട്ട് അനുവാദമല്ല കയറുന്ന കസേരയിൽ കയറും. ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടില്ല. അയാൾ വന്ന് കയറിയിട്ട് കട്ടിലേക്കാൻ കിടന്നു. അതിപ്പോൾ പിടിച്ച് തല്ലില്ലായിരിക്കും, അത് ഒച്ചപ്പാടുന്നൊക്കെ ആയിരിക്കും. നമുക്ക് മനസ്സിന് വലിയ വിഷമമാവും. ഇതാരെ എൻ്റെ വീട്ടിൽ നിന്ന് കയറാൻ, ഇവരെൻ്റെ വീട്ടിൽ നിന്ന് കിടക്കാൻ എന്നുപോലെ സ്വന്തം അവകാശങ്ങളിൽ മറ്റൊരാൾ കടന്നു കയറി ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന മനുഷ്യനുണ്ടാകുന്ന ഒരവസ്ഥയ്ക്ക് എന്താ പറയുക? ഗീറത്തെന്ന് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ബാദൽ അസറിന് ശേഷം പത്നിമാരുടെ എല്ലാം ഒന്ന് പോകും. അവരുടെ സുഖങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ആ പോയ കൂട്ടത്തിൽ ഒരു പത്നിയുടെ അടുത്ത് പോയപ്പോൾ ഓരോ പത്നിയുടെ അടുത്ത് ചിലവഴിക്കുന്ന സമയം ഉണ്ടാവുമല്ലോ, ആ ടൈം കുറച്ച് സ്പെൻഡ് ചെയ്ത് കൂടുതൽ സമയമായി. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ആരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന്. അപ്പോൾ അതിനുള്ള വിരുന്നൊക്കെ ഒരിക്കലും കാത്തിരിക്കുമായിരിക്കും. അപ്പോൾ ഈ വരവ് പറഞ്ഞത് കുറഞ്ഞു പോയപ്പോൾ എന്ത് ചെയ്തു?
മറ്റുള്ളവർ ചോദിച്ചു എവിടെയായിരുന്നു, എവിടെ താമസം വന്ന് എന്താണെന്നൊക്കെയായിരുന്നു. അപ്പോൾ ഈ കാരണം പറഞ്ഞു. അപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് തേൻ കിട്ടി. ആ പത്തിനകത്തിന് കുടുംബത്തിൻ്റെ ആരോ എന്ത് തേൻ സമ്മാനമായി കൊടുത്തിട്ടുണ്ടായി ആ പത്നിക്ക്. അവരാ തേൻ ആർക്ക് കൊടുത്തു? പ്രവാചകർക്ക് കൊടുത്തു. പ്രവാചകർക്ക് മധുരം വലിയ ഇഷ്ടമായിരുന്നു. മധുരം ഇഷ്ടമുള്ള ആളാരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തേനും നീര് കുറച്ച് കൊടുത്തു. അങ്ങനെ കുടിച്ച് ആ കുടിക്കണ ആ കാര്യത്തിന് വേണ്ടിയിട്ട് വ്യാപൃതമായപ്പോൾ ടൈം പോയി. മനസ്സിലായോ? ആ വിഷയത്തിൽ എന്ത് ചെയ്തു? സ്ത്രീകളുടെ മനസ്സെങ്ങനെയാണ്, അവരുടെ ആഗ്രഹങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പം പല കുടുംബങ്ങളും കേൾക്കാറുണ്ടല്ലോ. അമ്മായിയമ്മയുടെ പേരിൽ ഭാര്യ, ഭാര്യയുടെ പേരിൽ അമ്മായിയമ്മ. മനസ്സിലായില്ലേ? അപ്പോൾ സ്ത്രീ മനസ്സെങ്ങനെയാണ്. അതിപ്പോൾ അതിനകത്ത് നമ്മൾ പിന്നെ വേറെ ഒരു കുറ്റം കണ്ടിട്ട് കാര്യമില്ല. അത് നമ്മളതിനെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോളാം. ഇങ്ങനെ അതിങ്ങനെ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകും. മനസ്സിലായില്ലേ? അതാരുടെ കടമയാണ്? ഒരു പുരുഷൻ്റെ കടമയാണ്. ഇവളെ കാരണം എനിക്ക് ഉമ്മയുടെ വഴക്ക് കേൾക്കാനുള്ളൂ, അല്ലെങ്കിൽ ഉമ്മ കാരണം എനിക്ക് ഇവളുടെ അടുത്തുനിന്ന് എപ്പോഴും നീരസവും പിണക്കമാണ് ഉണ്ടാവാറുള്ളൂ എന്ന് വെച്ചിട്ട് കാര്യമില്ല. ഒരു സ്ത്രീയെയും ഉമ്മാനെയും, സ്ത്രീയെ പുന്നാരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ആര് കാണരുത്? ഉമ്മ കാണരുത്. മനസ്സിലായില്ലേ? ഉമ്മാനോടും ബഹുമാനവും സ്നേഹവും ഇഷ്ടവുമായിട്ട് പെരുമാറുന്ന സാഹചര്യത്തിൽ അതെല്ലാം കൊണ്ട് ആരോ ഒന്ന് കാണിക്കരുത്, ഈ ഭാര്യയോട് കാണിക്കരുത്. അങ്ങനെ ഒരു ഒരു എന്ത് ചെയ്യുക, ഒരു ഡിപ്ലോമാറ്റ് ആവുക, സൂത്രശാലിയാവുക. മനസ്സിലായില്ലേ? സൂത്രശാലിയായിട്ട് വേണം എന്ത് ചെയ്യാൻ കുടുംബജീവിതം മുന്നോട്ട് പോകും. എന്നാലും നമ്മൾ എന്ത് ചെയ്യുള്ളൂ? കുടുംബജീവിതത്തിൽ നമ്മൾ ജയിക്കത്തുള്ളൂ. മനസ്സിലായില്ലേ? ഇനി ഇങ്ങനെയുള്ള സ്ഫോടനങ്ങളുണ്ടോ? ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. അവിടെ ചെന്നു, തേൻ കിട്ടി, തേൻ കുടിച്ചു. തേൻ എടുക്കലും കുടിക്കലും ഒക്കെ ആയിരുന്നപ്പോൾ അതിൻ്റെ പേര് വെച്ച് ടൈം അവിടെ പോയി. അങ്ങനെ സംഭവിച്ചപ്പോൾ കൊൽത്തു. അപ്പം ഞാൻ പറഞ്ഞു, ഈർത്തായല്ലോ, എല്ലാവരും ഒരു മാനസിക പ്രക്ഷോഭത്തിൽ, ഒരു വിക്ഷേപത്തിൽ നിൽക്കുമല്ലോ. ആരോട്ടെ? പ്രവാചകരായിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ കൊൽത്തു, ഞാൻ പറഞ്ഞു, ആരാ? ഉമർ റളിയല്ലാഹു പറയാം, അസാ റബ്ബുഹു അൻ തല്ലഖകുന്ന അൻ യുബ്ദിലഹു അസ്വാജൻ ഖൈറൻ മിൻകുന്ന. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ രക്ഷിതാവ് എന്നുവെച്ചാൽ റബ്ബ് താല, അസാ റബ്ബുഹു ഇവിടങ്ങളുടെ രക്ഷിതാവായേക്കാം, അൻ തല്ലഖകുന്ന, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പത്നിമാരായ നിങ്ങളെ അവരെ തലാഖ് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അൻ യുബ്ദിലഹു അല്ലാഹു തആല പകരമായി സമ്മാനിക്കാം. മനസ്സിലായില്ലേ? പകരമായി സമ്മാനിക്കാം അസ്വാജൻ ഖൈറൻ മിൻകുന്ന, നിങ്ങളൊക്കെ നല്ല സ്ത്രീകൾ എന്ത് ചെയ്യാം? അല്ലാഹു തആല പകരം ഭാര്യമാരായിട്ട് ആർക്ക്? മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മാനിക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ പ്രവാചകർക്ക് എന്താണ് എന്തെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ വരും എന്നുള്ള വിചാരം നിങ്ങൾക്ക് വേണ്ട. മനസ്സിലായില്ല? വേറെ പത്നിമാരെ സ്വീകരിക്കാൻ ആർക്ക് ഓപ്ഷനുണ്ട്? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓപ്ഷനുണ്ട്. നിങ്ങൾ ഒഴിവാക്കിയാൽ മതി. ഇസ്ലാം അങ്ങനെയല്ലോ. ഇസ്ലാം എല്ലാത്തിലും ഫ്രീഡമാണ്, ഫ്രീ മൈൻഡാണ്, ഇത് ലൈസൻസ്ഡാണ്. മനസ്സിലായില്ലേ? എല്ലാം ഫ്രീ ആണ്, ലൈസൻസ്ഡാണ്. അപ്പോൾ നമുക്ക് വൈവാഹിക ജീവിതം, കുടുംബജീവിതം, ലൈംഗിക താല്പര്യങ്ങൾ എടുക്കാം. മനസ്സിലായില്ലേ? അതിന് യാതൊരു പ്രശ്നമില്ല. പക്ഷെ അങ്ങനെ നമ്മളൊരു സ്ത്രീയുമായിട്ടൊരു ബന്ധത്തെ നമ്മൾ പുറപ്പെടാൻ പോകാനും വിവാഹം കഴിക്കും. മനസ്സിലായില്ലേ? ഷൂട്ടാക്കിയിട്ട് പോകാൻ പറ്റില്ല. ആ പണി ഇസ്ലാമിൽ പറ്റില്ല. നിനക്ക് ആ സ്ത്രീയെ ഇഷ്ടപ്പെട്ടോ, നിനക്ക് അവളുമായിട്ട് കൂടുതൽ താല്പര്യമുണ്ടോ, അവൾ വിവാഹം കഴിക്കും. വിവാഹം കഴിച്ച് നിനക്ക് ആ കാര്യം നടത്താം, അവരുടെ ജീവിത ചെലവ് നോക്കുക. മനസ്സിലായില്ലേ? അങ്ങനെ ഏത് കാര്യത്തിലും, ഏത് വിഷയം എടുത്ത് നോക്കിയാലും ഇസ്ലാം എന്താണ്? എല്ലാം അനുവദിക്കുന്നുണ്ട്. അനുവദിക്കുന്നതെല്ലാം എന്താണ്? ലൈസൻസ്ഡായിട്ട്. മനസ്സിലായില്ലേ? പറ്റേ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ലാഭം ഉണ്ടാക്കുക. എത്രയും ലാഭം നേടാനും സ്വകാര്യ സ്വത്ത് സമ്പാദിക്കാനും ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. ശരിയല്ലേ? പക്ഷേ കമ്മ്യൂണിസം പോലത്തെ രാജ്യങ്ങൾ എന്താണ്? സ്വകാര്യ സ്വത്ത് പാടില്ല. സ്വകാര്യ സ്വത്ത് പാടില്ല. സമ്പത്ത് മൊത്തം സ്റ്റേറ്റിൻ്റെയാണ്. മനസ്സിലായില്ലേ? സ്വകാര്യ സമ്പത്ത് വേറെ ആർജിക്കാൻ പാടില്ല എന്ന് നമ്മൾ പേര്. പിന്നെ അവർ വലിയ അധികാരികളാകുമ്പോൾ ഏറ്റവും വലിയ മോശപ്പെട്ടവരവരാണ്. അങ്ങനെയുണ്ട്. മനസ്സിലായില്ലേ? ഇസ്ലാം അതല്ല, ഒരു വ്യക്തിക്ക് ഹലാലായ മാർഗത്തിൽ എന്ത് ചെയ്യാം? എന്തോരം ഒരു പ്രശ്നമില്ല. മനസ്സിലായില്ലേ? അതിനൊരു നിയമമുണ്ട്, ഇതൊക്കാത്ത. മനസ്സിലായില്ലേ? സമ്പാദിക്കുന്ന ഹലാല മാർഗത്തിലാവണം. എന്താണ്? പലിശ പോലത്തെ വ്യകൃതമായ ഏർപ്പാടുകൾ ചെയ്യാൻ പോകുന്നത്. മണി ഡെഡായി പോകുന്ന ആവശ്യം. മണി എന്ത് ചെയ്യണം? വർക്ക് ചെയ്യുന്നത്. മണിയിൽ പൈസയായിട്ട് നമ്മൾ വർക്ക് ചെയ്യും. അതല്ല ലോകത്തെ എന്ത് ചെയ്യുള്ളൂ, റൗണ്ട് പോവുള്ളൂ, എല്ലായിടത്തും പോവുള്ളൂ. ഇയാൾ കയ്യിൽ വെച്ചിട്ട് ഇത് ഒരു പെരുമാറ്റം പെരുമാറാതെ പാവപ്പെട്ടവനുകൊണ്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക? പലിശ വാങ്ങുക. ആ പണി ഇസ്ലാമിക്കുന്നില്ല.
അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇസ്ലാമിൻ്റെതായ കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഇവർ റീറത്തെ അപ്പം ഉമർ റളിയല്ലാഹു തആല ഇങ്ങനെ പറഞ്ഞു. അപ്പം എന്ത് ചെയ്തു, ഈ ആയത്ത് എന്താണ്, അത് സംബന്ധമായ ആയത്ത് ഫനസലത്ത് കഥാലിക്ക അപ്രകാരം എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ എന്താണ് ആയത്തിറങ്ങി. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ എന്ത് ചെയ്തു, ഉമർ റളിയല്ലാഹു തആല എന്ത് ആഗ്രഹിച്ചോ അതുപോലെ എന്ത് ചെയ്തു ആയത്ത് ഇറങ്ങി. അതെന്തറിയിക്കുന്നു, ഉമർ റളിയല്ലാഹു തആല മഹാത്മത്തിൻ്റെയും വലിപ്പത്തിൻ്റെയും സ്ഥാനത്തിൻ്റെ പേരിൽ സുതരാം അറിയിക്കുന്ന സംഭവം. അപ്പോൾ ഈ റിവായത്തിൽ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മറ്റൊരു റിവായത്തിലുണ്ട്, കാല ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കാല ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വാഫഖ്തു റബ്ബി ഫി സലാസിൻ, മൂന്ന് കാര്യത്തിൽ എൻ്റെ റബ്ബിനോട് ഞാൻ യോജിച്ചു. ഫി മഖാം ഇബ്രാഹിമിൻ്റെ വിഷയത്തിൽ, അഫിൽ ഹിജാബി സ്ത്രീകൾക്ക് മറ വേണമെന്ന വിഷയത്തിൽ, ഫി ഉസാറ ബദർ, ഇതിൽ വേറെ വിഷയം പറഞ്ഞു, ഫി ഉസാറ ബദർ രണാങ്കണത്തിൽ തടവിൽ പിടിക്കപ്പെട്ട ശത്രുപക്ഷത്തെ സൈനികരെ എന്തു ചെയ്യണം. മനസ്സിലായില്ല, പല അഭിപ്രായങ്ങളും വന്നു. അവരൊന്ന് ഫിദിയ വാങ്ങിച്ചെന്ത് ചെയ്യാം, അവരെ വിട്ടേക്കാം. ചിലർ പറഞ്ഞെന്താണ് അവരെ കൊലപ്പെടുത്താമെന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തുന്ന അഭിപ്രായത്തിലായിരുന്നു ഒന്നുള്ളത്. കാരണം അവർ മക്കത്ത് താമസിക്കാൻ സമ്മതിക്കാതെ അവിടുന്ന് പലായനം ചെയ്യേണ്ടി വന്നു. അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് മദീനത്ത് അവർ സ്വീകരിച്ചു. ആര്, ഈ അൻസാറുകൾ സ്വീകരിച്ചു. അവിടെ ഒരുവിധം അങ്ങനെ ജീവിതം കരുപ്പിടിപ്പിച്ച് വരുമ്പോൾ അങ്ങോട്ട് വരുവാണ്. ആര്, ഖുറൈശികൾ അങ്ങോട്ട് വരുവാണ്. ആ വന്ന വരവിലാണ് എന്തുണ്ടാവുന്നത്, ബദറുണ്ടാവും. മനസ്സിലായില്ല. അപ്പം അവരത്രമേൽ പോക്കിരിത്തരം ചെയ്തപ്പോൾ അവർ കുറേ പേര് മരണപ്പെട്ടു പോയി. ഈ തടവിൽ പിടിച്ചവരെന്ത് ചെയ്യാം, ഇത് നിയമം അതാണ്, അവന് കൊന്നു കളയാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, വിധി വാങ്ങിച്ച് വിട്ടയക്കാം. കൊന്നു കളയാവുന്ന അഭിപ്രായം ആർക്കുണ്ടായിരുന്നത്, ഉമർ റളിയല്ലാഹു തആല ഉണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അഭിപ്രായം എന്തായിരുന്നു, കൊല്ലണ്ട, വിധിയെ വാങ്ങിച്ച് വിട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ആരോട് ചോദിച്ചു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ചോദിച്ചു. അങ്ങനെ അവരിൽ നിന്ന് ഫിദിയ വാങ്ങിച്ചും ചെയ്തു, അവർ പറഞ്ഞു. മനസ്സിലായില്ല. ഫിദിയ പ്രത്യേക രീതിയിലാണ്, വിവരമില്ലാത്തവരെ പഠിപ്പിക്കണം. മനസ്സിലായില്ല. വിദ്യാഭ്യാസത്തിൽ എതിർക്കുന്ന നിങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം എന്നും പറഞ്ഞാൽ ആ തിരക്കുള്ള ഫിദിയകളാക്കിയത്. അവിടെ ഒരു 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 വിദ്യാഭ്യാസ സംസ്കാര വളർമ്മയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിദിയകളെ കൊണ്ട് ഉദ്ദേശിച്ചത്. മനസ്സിലായില്ല. ആ പശ്ചാത്തലത്തിലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു ആയത്തിറക്കി. എന്താണ്, ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആഗ്രഹത്തെ മുൻഗണന കൊടുത്തുകൊണ്ട് അത് കൊല്ലുകയായിരുന്നു വേണ്ടിയിരുന്നത്. മനസ്സിലായില്ലേ. പക്ഷേങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനത്തെ എന്ത് ചെയ്തു, അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. കാരണം അഹ്ലു ബദറിന് എല്ലാ കാര്യങ്ങളും പുറത്തു കൊടുക്കുന്നൊരു ആയത്തിറങ്ങിയിട്ടുണ്ട് അഹ്ലു ബദറിനാണ്. അതൊരു വിഷയം. പിന്നൊരു മറ്റൊരു വിഷയം, ഒരു മുജ്തഹിദായ ഒരാൾ ഇജ്തിഹാദിനൊരു തീരുമാനം എടുത്താൽ അതിൽ പിഴവ് പറ്റിയാലും ശരി പറ്റിയാലും ആ മുജ്തഹിദിനില്ല, കുറ്റമില്ല. മനസ്സിലായില്ല. മുജ്തഹിദ് ഇജ്തിഹാദ് എടുത്ത് തീരുമാനം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം ശരിയാണെങ്കിൽ 2 പ്രതിഫലം. ഓക്കെ, ആ തീരുമാനം തെറ്റായിരുന്നാലും എന്താണ്, ഒരു പ്രതിഫലം. ഇതെടുത്ത് ഇജ്തിഹാദ് എടുത്ത് അദ്ദേഹം കണ്ടെത്തിയത് എന്തായിരുന്നു, പിഴവായിരുന്നു. അതിന് അദ്ദേഹത്തിന് കുറ്റമില്ല, ചെന്നുണ്ട് ഒരു പ്രതിഫലം കൂടിയുണ്ട്. മനസ്സിലായോ. അപ്പം ഇജ്തിഹാദിലൂടെയാണ് അവരെ ഫിദിയ നിലയ്ക്ക് വിട്ടേക്കാം എന്ന് സ്വഹാബത്തിന് തീരുമാനമാണ്. മനസ്സിലായില്ല. അപ്പോൾ ആ തീരുമാനം ആരുടെ തീരുമാനമല്ല, ഉമർ റളിയല്ലാഹു തആല തീരുമാനമല്ല. പക്ഷേ ഉമർ റളിയല്ലാഹു തആല തീരുമാനത്തെ അനുസൃതമായിട്ട് എന്ത് ചെയ്തു, ആയത്ത് ഇറങ്ങുകയും ചെയ്തു. അതാണ് മൂന്നാമത്തെ കാര്യം എന്ന് ഈ മറ്റൊരു റിവായത്തിൽ പരാമർശിക്കുന്നത് കേട്ടോ. പിന്നെ മുത്തഫഖുൻ അലൈഹി ഹദീസ് മുത്തഫഖുൻ.